ഹലോ It's me, Sam. വേറെ സാമല്ല. സാമി എഫക്സ്. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്ന കുറച്ച് റീല് കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് റിയാക്ട് ചെയ്യാന്ന് വെച്ച് കണ്ടന്റ് ഒന്നും കിട്ടാത്തതുകൊണ്ട് നമുക്ക് റീല് റിയാക്ട് ചെയ്ത് ജീവിക്കാം. അപ്പം നമുക്ക് ആദ്യം തന്നെ കുറേ നാളായ ഒരു ഉസ്താദിൻ്റെ വീഡിയോ കണ്ടിട്ട്, അപ്പോൾ നമുക്കൊരു ഉസ്താദിൻ്റെ വീഡിയോ ആണ് ഇത്. നമ്മൾ ഈ റീലൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴെങ്കിലും ഇറങ്ങിയല്ല കേട്ടോ, ഏകദേശം കുറച്ച് നാളാണ്ടായ റീലാണ്. ട്രെൻഡിങ്ങിൽ വന്നുകൊണ്ട് ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്നെടുത്ത് നോക്കിയെന്നേ ഉള്ളൂ. കുറേ നാളായി ഒരു ഉസ്താദിൻ്റെ നല്ലൊരു പ്രവാചനം കേട്ടിട്ട്. അപ്പോൾ ഒരു ഉസ്താദ് എന്തോ സംഭവം കാര്യമായിട്ട് എന്തോ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. എന്നോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോ. തലമുടിയുടെ കാര്യത്തിൽ നല്ലോണം ശ്രദ്ധിച്ച ഒരാളാരാണെന്ന് നിങ്ങൾക്കറിയാം? ആരാണോ ഉസ്താദ് ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉസ്താദ് ഒരു ചോദ്യം ചോദിക്കുകയാണ്. തലമുടിയുടെ കാര്യത്തിൽ ഇത്രയും നല്ലോണം സൂക്ഷിച്ചുകൊണ്ടിരുന്ന ആരാണെന്നാണ് ഉസ്താദ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. എനിക്ക് തോന്നുന്ന ഒരു ഇൻസ്റ്റയിലൊരു പുള്ളി ഉണ്ടല്ലോ, പുള്ളി ഇങ്ങനെ മുടിയൊക്കെ വളർത്തിയ ഒരു ജോൺ എന്ന് പറയുന്ന പുള്ളിക്ക് മറ്റേ ഷാമ്പൂ ഇതൊക്കെ ഉണ്ട്. പുള്ളിയാണ് ഭയങ്കര ഹെയർ കെയർ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ പറയുന്നത്. ഇപ്പം ആരെ പറ്റിയാണ് ഉസ്താദ് പറയുന്നതെന്ന് അറിയത്തില്ല. നമുക്ക് കേട്ടു നോക്കാം. പഠിച്ചോന്റെ കാര്യമാണല്ലോ പറയുന്നത്. ബർക്കത്ത് വരട്ടെ, ബർക്കത്ത് വരട്ടെ. അള്ളാന്റെ റസൂല് തലമുടിയൊക്കെ വാർന്ന് വൃത്തിയായിട്ട് നടക്കും. മാത്രമല്ല അത് നല്ല കാര്യമാണല്ലോ, അത് വൃത്തിയുടെ ഒരു ശീലമാണ്. അപ്പൊ നമുക്ക് ബാക്കിയാണ്. ആ തലമുടിയില് എണ്ണ തേക്കുമായി. അപ്പൊ ഗായ്സ് നോട്ട് ചെയ്തോ, എണ്ണ തേക്കണം മുടിയിൽ. എന്നെ പോലെ ഇങ്ങനെ ചപ്പടാ വിക്ക് പോലെ ഇങ്ങനെ എടുത്ത് വെച്ചേക്കരുത്. എണ്ണ തേച്ച് വൃത്തിക്ക് നടക്കണം. അതാണ് ഇമാൻ. ഇമാൻ കുറയുന്നുണ്ട് ഗായ്സ് എണ്ണ തേക്കാതിരുന്നെങ്കിൽ. ഗായ്സ് പുള്ളി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണ തേക്കുന്ന വേറൊരു സുന്നത്താണ്. എനിക്കിതിനെ പറ്റിയൊന്നും അറിയത്തില്ല. ഇതും സുന്നത്താണ്. ഇപ്പൊ ഗായ്സ് എൻ്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും മുസ്ലിം ബ്രോസ് ഉണ്ടെങ്കിൽ ദയവായി എണ്ണ തേക്കുക, സുന്നത്താണ്. ഓക്കെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ തലയിൽ തേക്കാൻ പറ്റിയ നല്ല ഒരു എണ്ണയെ കുറിച്ചിട്ടാണ്. ഇവനെ എന്ത് ചെയ്യണം ഗായ്സ്? ഇവനെ അങ്ങ് വടിച്ചാലോ? ഇവന്റെ തലപ്പാ ഊരിയിട്ട് ഇവന്റെ മുടി അങ്ങ് വടിച്ചാലോ? നമുക്ക് പടച്ചോനെ വെച്ചാണോടാ ബിസിനസ് ചെയ്യുന്നത്? ഇതിന്റെ പേരാണ് തമ്പുരാനി. എടാ, പല രീതിയിലുള്ള മാർക്കറ്റിംഗ് കണ്ടിട്ടുണ്ടാ വെണ്ടേ. നീ ഇത് പടച്ചോനെ വെച്ച് തന്നെ ചെയ്യണോടാ മാർക്കറ്റിംഗ്. ഇവനെ ഞാൻ ഉസ്താദേന്ന് വിളിച്ച വാ കൊണ്ട് എന്നെ വേറെ വിളിപ്പിക്കരുത്. എന്റെ പടച്ചോനെ, നിങ്ങളിത് കേൾക്കുന്നുണ്ടാ ഇവന്റെ പ്രമോഷൻ? അപ്പൊ ഇത് ഓർഡർ ചെയ്യാൻ ഞാൻ ഇവിടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടമായിട്ടും പല രീതിയിലുള്ള മാർക്കറ്റിംഗ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കുറേ രീതിയിലുള്ള മാർക്കറ്റിംഗ് കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ രീതി ഇങ്ങനത്തെ ഒരു രീതി ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് കാണുന്നത്. മനസ്സിലായില്ലേ? പടച്ചോനെയൊക്കെ വെച്ചാണ് മാർക്കറ്റ് ചെയ്യുന്നത്. അത് ഒന്നാമത്തെ കാര്യം, നമുക്ക് പടച്ചോനെ വെച്ച് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ ബേക്കിൽ നമ്മളെ ഒരു സോങ് ഉണ്ടല്ലോ, അപ്പോൾ അതിട്ടാലേ നമ്മൾ ട്രെൻഡ് ആവത്തുള്ളൂ. നല്ല ആൾക്കാർ ശ്രദ്ധിക്കും. ഞാൻ പറയുന്നില്ല, ഉസ്താദായി പോയി. ഇത് ഞാൻ ഒത്തി വിട്ടേനെ. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അച്ചുവാണ് ഇപ്പുറത്ത് ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പുറത്ത് ഇരിക്കുന്നത് അമ്മൂട്ടിയായിരിക്കും. അല്ല, ഗായ്സ് ഇപ്പുറത്ത് നിൽക്കുന്നത് അച്ചുവാണ്. അപ്പൊ ഇപ്പുറത്ത് നിൽക്കുന്ന ആരാ? എനിക്കറിയാൻ വയ്യ. വിൻഡോസിന്റെ വാൾപേപ്പർ ആണെന്ന് തോന്നുന്നു ഗായ്സ്. മിക്കവാറും അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിനകത്ത് മറ്റേ PNG റിമൂവർ വെച്ചിട്ട് മറ്റേ നമ്മള് അങ്ങ് പേസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നേ. എന്തോന്നടാ കാണിച്ച് വെച്ചേക്കുന്നേ? ഇതിനെക്കാട്ടി നല്ലോണം ഞാൻ എഡിറ്റ് ചെയ്തല്ലടാ എൻ്റെ തമ്പനയില്. അവൻ്റെ അച്ചു. ഇനി ഗായ്സ് അടുത്ത വരാൻ പോണ ഒരു സർവകാല റെക്കോർഡുള്ള ഒരു ഹീറോ ആണ്, കരച്ചിൽ സ്റ്റാർ. അവനെ കാണാം നമുക്ക്. ആളാരാണെന്ന് മനസ്സിലായി കാണുമല്ലോ. AJ കിഡ്സ് വിട്ടെ. ഒരു വട്ടം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കാണാം.
ഇവനാണ് സത്യം പറഞ്ഞാൽ മറ്റേ BGM ഇടണ്ടേ. ഉസ്താദ് ഇട്ടിരുന്ന BGM ഇവൻ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. എടാ ചീത്ത വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഇവനെ ചീത്ത വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇവനെ ടിക്ടോക്ക് തുടങ്ങിയതിന്റെ അന്ന് തൊട്ടേ ഇവനെ ചീത്ത വിളി തുടങ്ങിയതാ. ഇവന് തന്തയ്ക്ക് വിളി കേട്ടിട്ടുള്ള പോലെ ഇന്ത്യ മഹാരാജ്യത്തിൽ ആർക്കും തന്തയ്ക്ക് വിളി കേട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. നമുക്ക് അടുത്ത വീഡിയോ ആണ്. ഗായ്സ് ഇത് നമ്മളെ മറ്റേ ക്യൂട്ട്നെസ് ചേച്ചിയല്ലേ? നമ്മുടെ യൂട്യൂബ് ചാനൽ 5K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്പം മര്യാദയ്ക്കൊക്കെ സംസാരിക്കാൻ അറിയാം. ക്യൂട്ട്നെസ് ഇടാനല്ല, മര്യാദയ്ക്കൊക്കെ സംസാരിക്കാൻ അറിയാം. അപ്പം മനഃപൂർവ്വം സംസാരിച്ച് ഫോളോവേഴ്സിനെയും വ്യൂസും കൂട്ടുന്നതാണ്. ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. ഇത് ആരുടെയും സ്പോൺസർ അല്ല, നമ്മുടെ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് ഇത് ഞാൻ കൊടുക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ഈ താഴെ കാണുന്ന 2 അക്കൗണ്ട് ഫോളോ ചെയ്യണം. അതിന് മാത്രമല്ല കമന്റില് ഒരു ഹാർഡ് കമന്റ് മാത്രം ഇടാൻ പാടില്ല. സിമ്പിൾ റൂൾസ് ആണ് ഗൈസ്. ഈ 2 അക്കൗണ്ട് ഫോളോ ചെയ്യണം, ഒരു കമന്റ് ഇട്ടാണ്. നിങ്ങൾ പണി പഠിക്കുന്നില്ല. അത് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ സാധനം കിട്ടത്തില്ല. അതല്ല, നിങ്ങളുടെ 3 ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓ വളരെ സിമ്പിളായി പോയല്ലോ. ഞാൻ വിചാരിച്ച് വെറുതെ അങ്ങ് കൊടുക്കുന്നത്. ഇതിനെക്കാട്ടിയും തരൂലെന്നങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു. 2 അക്കൗണ്ട് ഫോളോയും ചെയ്യണം, പിന്നെ ഒരു കമന്റ് കൊടുക്കണം, പിന്നെ 3 പേർക്ക് ഷെയറും ചെയ്ത് കൊടുക്കണം. ഇവിടെ ജോജി തമ്പിയുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ ഓരോരുത്തന്മാരെ വിളിക്കുന്ന അപരാധത്തിന് കൈ കണക്കുമില്ല. ഇപ്പോഴേ ഇനി അടുത്തത് കൊണ്ടിറങ്ങി ഗായ്സ്. അടുത്തത് ഏതോ ഒരു കാമക്കണ്ണനാണെന്ന് തോന്നുന്നു. സ്ക്രീനിന്റെ അകത്ത് കയറിയിരിക്കുക അവൻ. നമുക്ക് അവന്റെ വീഡിയോ ഒന്ന് കണ്ടു വെക്കാം. അവന്റെ പേര് ഋഷികേഷ് കനോനാണോ കനാലാണോ എന്ന് എനിക്കറിയത്തില്ല. അവൻ സ്ക്രീനിന്റെ അകത്ത് കയറിയിരിക്കുകയാണ്. ഇവന്റെ വീഡിയോ കാണണമെങ്കിൽ നമ്മൾ 3D കണ്ണാടിയൊന്നും വെക്കണ്ട. നമ്മളിങ്ങനെ ഫോൺ ഒരു ഇത്തി ദൂരെ പിടിച്ചാൽ തന്നെ അവൻ അണ്ണാക്കി ഇരിക്കുക. ഉച്ചക്കൂടെ അടുത്തോട്ട് പിടിക്കുകയാണെങ്കിൽ മിക്കവാറും അവ അങ്ങ് ബേക്കിൽ പോകും, അണ്ണാക്കി കൂടെ കയറി. പെൺകുട്ടികൾ മാത്രമേ അവൻ വിളിക്കത്തുള്ളൂ. അവനെ വിളിക്കുന്നതും പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. അവൻ്റെ നമ്പർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പെൺകുട്ടികൾ മാത്രം അവനെ വിളിക്കുക. കാരണം അറിയാമല്ലോ, രാത്രി അവൻ ഈ വീഡിയോ ഇടണമെങ്കിൽ അവന് അത്രയ്ക്ക് ദാരിദ്ര്യമായിരിക്കും. ഗായ്സ്, അവൻ്റെ നമ്പർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് വിളിച്ച് സഹകരിക്കുക കേട്ടോ. ഇന്ന് വിളിക്കണ്ട. ഇന്ന് അവന് ഓൾറെഡി ഒരുപാട് കസ്റ്റമേഴ്സ് വെയിറ്റിങ്ങിലാണ്. അവൻ്റെ ശുക്ലം എല്ലാം തീർന്നു. അപ്പം ഇനി നാളെ വിളിച്ചാൽ മതി എന്നാണ് അവൻ പറയുന്നത്. നാളെ അവൻ റീഫിൽ ചെയ്തിട്ട് വരുമായിരിക്കും. രോമ എടാ മീശ കളിച്ചില്ലല്ലോടാ കാട്ട് ഫുണ്ടേ. മീശ കളിച്ചില്ലല്ലോ നീ. രോമാഞ്ചോ നിനക്ക് എവിടെയാടാ രോമാഞ്ചം? നീ രോമാഞ്ചം ഉള്ളടൊന്നും വിളി കാണിക്കണ്ട കേട്ടാ. പെൺകുട്ടികൾ മാത്രം വിളിച്ചാൽ മതി. ഇപ്പോഴേ രോമാഞ്ചം കാണാൻ പറ്റും. ആമ്പിള്ളേരെ വിളിച്ച് രോമാഞ്ചം കാണിച്ച് അവൻ്റെ കവിളില് നമ്മൾ രോമാഞ്ചം കാണിക്കുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോ കാണാം ഗൈസ്. ഇവൻ്റെ വീഡിയോ ഇനി കൂടുതൽ കണ്ടോണ്ടെന്ന് എൻ്റെ കൺട്രോൾ പോകും. താഴെ ഗൈസ് നമുക്ക് ചലഞ്ച് തരുന്ന നമ്മളെ ചലഞ്ചിങ് സ്റ്റാർ അല്ലേ നിൽക്കുന്നേ. തൊപ്പീര മറ്റേ എന്തോ വീഡിയോ ക്ലിപ്പ് എടുത്ത് വെച്ചിട്ട് എന്തോ അപരാധം പറയാനുള്ള പരിപാടിയാണ്. എടാ മണ്ടാന്ന് വിളിക്കുന്ന ആരാ? പാനിന്റെ മണ്ടന. അതങ്ങനെയല്ല അവർ ഉദ്ദേശിച്ചത്. സത്യം പറഞ്ഞാല് മെഹറിന് നിന്നെക്കാളും നല്ല ചെക്കനെ കിട്ടുന്നാണ് ഉദ്ദേശിച്ചത്. ആയിക്കോട്ടെ. അപ്പം നീ അത് ഇതാക്കേണ്ട ആവശ്യമില്ല. അത് നീയും ഇതാക്കേണ്ട കാര്യമില്ല. തൊപ്പിക്ക് പെണ്ണിനെ കിട്ടോ പെണ്ണിനെ കിട്ടാതിരിക്കേണ്ട കാര്യം തൊപ്പി നോക്കിക്കോളാം. നീ ഇത് ബോധറാവേണ്ട കാര്യമില്ലല്ലോ. നിന്നെക്കാളും നല്ല ചെക്കൻ അവർക്ക് കിട്ടും. വേണമെങ്കിൽ ഞാനൊക്കെ വേണമെങ്കിൽ ഒന്ന് പ്രപ്പോസ് ചെയ്യാ. എനിക്ക് പോടാ കാട്ടപരാതി. അവൻ പെണ്ണിനോട്ടാക്കാൻ നടക്കണ്. എടാ നീ കണ്ണാടി നോക്കിയിട്ടുണ്ടാടാ കൊച്ചുകുണ്ടേ?
അവൻ പെണ്ണിനെ തൊപ്പിക്ക് സെറ്റാക്കി കൊടുക്കാൻ പോയെ. ബാക്കി കൂടെ കാണിക്കും. എന്താണ് എനിക്കിപ്പോ ഓൾറെഡി മമിത ബൈജു പ്രേമലു ഒക്കെ കഴിഞ്ഞ് മമിത ബൈജു അടുത്ത സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഏതാണ്ട് ജനനായകനിലാണ്ട് അഭിനയിക്കുന്നാണ്ട് അവൻ കേട്ട് കാണും. നീ വേറെ ഇവിടെ എങ്ങ് പണിയത് പോരെ, ഇനി മമിത ബൈജുവിന്റെ അടുത്ത് പോയിട്ട് ഊമ്പിത്തരം കാണിക്കാനുള്ള പരിപാടി. ഒക്കെ സെറ്റ് ആകാനുള്ള ഇതിലാണ്. അപ്പം വേണമെങ്കിലും ഇവിടെ എങ്ങും കാണിച്ചത് പോരാഞ്ഞിട്ട് ഇനി ആ പാവ മമിത ബൈജുവിന്റെ അടുത്ത് നോക്കാം. അയ്യോ മമിത ബൈജുവിന് വിഷമോടാ നിന്നെ പ്രപ്പോസ് ചെയ്യാതിരിക്കുന്നതിന്. നീ കണ്ണാടി നോക്കിയിട്ടുണ്ടാടാ കാട്ട വരാതി. എന്റെ അഭിപ്രായം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇനി വീഡിയോ ഇട. അതാണ് എന്റെ അഭിപ്രായം. ദൈവത്തെ ഓർത്ത്. ഇവനങ്ങ് ഭയങ്കര സ്റ്റാർ ആവുക കേട്ടോ. ഇവന്റെ അക്കൗണ്ട് നിങ്ങളെല്ലാവരും ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കല്ലേ. ഇതൊക്കെ കുറച്ച് ഒറിജിനൽ ഫോട്ടോസ് ആണെന്ന് തോന്നുന്നു. ഇവൻ ഭയങ്കര കിടിലോന്നല്ലേ പറയുന്നേ. തൊപ്പിക്ക് കൊച്ചിൻ്റെ അത്ര സ്റ്റാൻഡേർഡ് ഇല്ല, ഇവന് ഭയങ്കര സ്റ്റാൻഡേർഡ് എന്നാണ് ഇവൻ പറയുന്നത്. അയ്യോ സൂപ്പർ അല്ലേ. അത് ഒറിജിനൽ അല്ലെന്ന് ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ. ഒറിജിനലാ. ഇനി ആർക്കെങ്കിലും ഒറിജിനൽ അല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒറിജിനൽ ഫോട്ടോ വായിച്ചു തരും, ചോദിച്ചാൽ മതി. മാധവ് സുരേഷ് എന്തിനാടാ കൊന്നിട്ട് അവനെ അങ്ങ് കൊല്ലടാ. നീ അവനെ കൊല്ല് വിടവലപ്പുണ്ടേ. അവനെ ഓത്ത്. ഇനി അടുത്തത് പോകട്ടെ ഗൈസ്. കൃഷ്ണകുമാറിന്റെ ഫാമിലിയിൽ ഫുള്ള് ഗേൾസ് ആയതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് അവൻ ഇതൊക്കെ ഇവൻ ആരുണ്ടാക്കി കൊടുക്കുന്നടാ. ഇവൻ ഇത്രയോ നല്ല കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ അക്കൗണ്ട് ബാനായി പോണു. ഈ വെളുത്തുള്ളി ഫുണ്ടേര അക്കൗണ്ട് ബാൻ ചെയ്യ ഇവിടെ ഒരുത്തനും ഇല്ലേ. ഓ മൈ ഇൻസ്റ്റാഗ്രാം എൻ്റെ ഞാൻ വല്ലതായിരിക്കണമെന്ന് CEO ഇൻസ്റ്റാഗ്രാമിന്റെ. ഈ വെളുത്തുള്ളി ഫുണ്ടേര ഇൻസ്റ്റാഗ്രാം ഞാൻ ബാൻ ചെയ്തേനെ. അടുത്തത് നോക്കട്ടെ. ഇതൊക്കെ നോക്കിയാണ് ഗൈസ്. എൻ്റെ പുന്നി, ഇതാ കൊച്ചറിഞ്ഞിട്ട് പോലും കാണൂല. വേടൻ്റെ കൂടെ വേട അറിഞ്ഞാൽ മിക്കവാറും തൂങ്ങിച്ചാവും. ഈ ഫോട്ടോ നിങ്ങൾക്കായിരിക്കും സംശയമൊന്നും ഇല്ലല്ലോ. ഇത് ഒറിജിനലാ. ഒറിജിനൽ ഡോക്യുമെന്റ് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഇപ്പം അയച്ചു തരും. താനി രാവണൻ തന്നെ. 10 തലയും 10 തന്തയും. മൾട്ടിപ്പിൾ ഡാഡി ഡിസോർഡർ ആൻഡ് മൾട്ടിപ്പിൾ ഡാഡീസ്. മതി ഗൈസ്, എനിക്ക് ഇതോടെ നിർത്തി. ഇവനെ ഞാൻ ഇനി റിയാക്ട് ചെയ്യുന്നില്ല ഗൈസ്. ഇവനെ റിയാക്ട് ചെയ്ത് ഇവൻ ഇതൊരു ബൂസ്റ്റായിട്ട് എടുക്കും. അവൻ്റെ അക്കൗണ്ട് ബൂസ്റ്റ് ആവാൻ വേണ്ടിയാണ് ഇവ ഈ കാര്യങ്ങൾ ഈ അപരാധം എല്ലാം ചെയ്തിരുന്നത്. അല്ലാതെ ഇവൻ്റെ ഈ ഫോട്ടോ ഒക്കെ കണ്ട് വെറുതെ ഇവൻ്റെ വീഡിയോ കണ്ട് വെറുതെ ടൈം കളയണ്ട ഗൈസ്. നിങ്ങളിപ്പം വിചാരിക്കും രണ്ട് ടൈമിലാണോ എടുത്തേക്കുന്നതെന്ന്. അതെ, 2 ടൈമിലാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ ബാക്കി എന്തോ കളിച്ച. ഇപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആണ്. ഓക്കെ. അയ്യോ ഗൈസ്, എൻ്റെ കണ്ണടിച്ചു പോയി. ഓ ഗൈസ്, ഇത് 3D ആയിരുന്നു. പല കളർ കത്തുന്ന കണ്ടില്ലേ. എന്തോന്നാടാ ഇത്? ആരെ കൊടുത്താടാ എഡിറ്റ് ചെയ്തത്? ഞാനൊന്നും പറയുന്നില്ല. നമ്മളിതുപോലെ ഒരു എഡിറ്ററാണേ. പക്ഷേ ഇമാതിരി ആയിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യാറില്ല ഗൈസ്. ഇതിലില്ലാത്ത കളറില്ല. എന്തോ പ്രൊജക്ടറാടാ നീ RGB അടിച്ച് കളിക്കാൻ. എന്നിട്ട് അവൻ്റെ ഇരുത്തൊക്കെയാണ് മറ്റേ പൂച്ച ഉണക്കമീൻ കടിച്ചു വെച്ച കണക്ക്. കുറി വഴിയാണ് വടക്കുന്ന് തെക്കോട്ടിരിക്കുന്നത്. ഞാൻ പറയുന്നില്ല. ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പം നമുക്കിന്ന് 301 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. താങ്ക് യു ഗൈസ്. എല്ലാവരും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. റിയാക്ഷൻ വീഡിയോ ഇനി വേണമെന്നുണ്ടെങ്കിൽ അടി കമൻറ്റ് ചെയ്താൽ മതി കമൻറ്റ് ബോക്സിൽ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. Sami FX signing out. Bye.